ജാസ്മിൻ ദ ഡ്രാമ ക്യൂൻ. ജാസ്മിൻ്റെ ഡ്രാമയിൽ നിന്നാണ് എപ്പിസോഡിൻ്റെ തുടക്കം. സായി, ജിൻഡോ, അഭിഷേക് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സായി ജിൻഡോയോട് പറയുന്നുണ്ട് ജാസ്മിൻ മൈക്ക് ഇടാതെയാണ് സംസാരിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ജിൻഡോ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ വേഷം കെട്ട് ഇവിടെ വേണ്ട, മൈക്ക് ഇട്ടിട്ട് സംസാരിച്ചാൽ മതി. അപ്പോൾ അവിടെ നിന്ന് ജാസ്മിൻ്റെ ഡ്രാമ തുടങ്ങുന്നുണ്ട്. കരച്ചിൽ, ബഹളം. ജാസ്മിൻ വളരെ ഗംഭീരമായിട്ട് അഭിനയം തുടരുന്നുണ്ട്. ഇത്രയും ഗംഭീരമായ ഒരു അഭിനയം കാഴ്ചവെക്കുന്ന ജാസ്മിന് ഫിലിം ഫീൽഡിൽ ശോഭനമായ ഒരു ഭാവി ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ കരഞ്ഞു മെഴുകലിന് ശേഷം രശ്മിനോടും അപ്സരയോടും ബിഗ് ബോസ് പറയുന്നുണ്ട് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരിക എന്ന്. ഇതേ സമയം തന്നെ അവിടെ ഗബ്രി സൈലൻ്റായി ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടുന്നുണ്ട്. അവൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് അത്ര സുഖകരമായെന്ന് തോന്നുന്നില്ല. സിബിൻ ഗബ്രി അടുത്ത് ചെന്നിരുന്നിട്ട് പുള്ളിയെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൂജ വന്നിരുന്നിട്ട് പറയുന്നുണ്ട് എടാ കെട്ടിപ്പിടിച്ചൊന്ന് കരയെങ്കിലും ചെയ്യടാ ആരുടെത്തെങ്കിലും. അപ്പോൾ സുബിൻ പറയുന്നുണ്ടില്ല, അവനത് ചെയ്യില്ല. എന്തായാലും അവിടെ കൺഫെഷൻ റൂമിൽ ഒരു ഡ്രാമ നടക്കുന്നു. എനിവേസ് അർജുനോടും സുബിനോടും പറയുന്നുണ്ട് ഗബ്രിയെ മെഡിക്കൽ റൂമിലെത്തിക്കാൻ. പിന്നെ അവിടെ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ അവസരം കൊടുത്തതാണ്, എന്നിട്ട് പോലും അവർ അതിനെക്കുറിച്ച് മൈൻഡ് പോലും ചെയ്യാതിരുന്നിട്ട് ഇപ്പം എന്തിനാണ് ഈ ഡ്രാമ കാണിക്കുന്നത്? ഈ കൺഫെഷൻ റൂമിൻ്റെ ഡ്രാമയ്ക്കകത്ത് ജാസ്മിൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് എന്താ വിഷയം, ഞങ്ങളൊരു തെറ്റും ചെയ്തില്ല. ക്ലാരിഫിക്കേഷൻ ഈ ഡ്രാമയ്ക്കിടെ, ഈ കരച്ചിൽ നാടകത്തിനിടയിലും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട്. ഗബ്രി ജാസ്മിൻ എന്തായാലും ഗംഭീര ഗെയിം പാടിച്ച് അരച്ച് കലക്കി കുടിച്ചു വന്നിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം അവർ ബെഡ്റൂമിൽ വന്നിട്ട് ഐ ലവ് യു എന്ന് പരസ്പരം പറയുന്നുണ്ട്. എന്തായാലും മക്കളെ നിങ്ങൾ സൂപ്പറാക്കുന്നുണ്ട്, അഭിനയം സൂപ്പറായിട്ടുണ്ട്, നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റജി സൂപ്പറായിട്ടുണ്ട്. അതിനുശേഷം രശ്മിൻ്റെ ഒരു ഡ്രാമ ജിൻഡോയുടെ അടുത്ത്. ഈ സമയത്ത് ജാസ്മിനെ നിങ്ങൾ ചൊറിയരുത്, ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ജിൻഡോ കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട്, എൻ്റെ അടുത്തും ചൊറിയാൻ വരണ്ട, ഞാനും ചൊറിയുന്നില്ല. അടുത്ത ഗെയിം പ്ലാൻ ഗബ്രിയുടെ, എനിക്കതും ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ ഈ കാണിക്കുന്നത് വെറും പോഴത്തരമാണെന്ന് ആ ഒരൊറ്റ ഡയലോഗിൽ മനസ്സിലാക്കാം. അതായത് നമുക്ക് രണ്ടുപേരും കൂടി നോമിനേഷനിൽ പോവാം, നോമിനേഷനിൽ പോയിട്ട് നമ്മൾ സേവായി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകാരല്ല എന്ന് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ നാടകങ്ങളൊക്കെ അവിടെ കളിക്കുന്നതെന്ന് ചുരുക്കം. കൊള്ളാം മക്കളെ, നല്ല ഗംഭീര കളി. അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു കൂട്ടി പുതിയ ക്യാപ്റ്റൻ ആയ ജിൻഡോയെ ബാൻഡ് അണിയിപ്പിക്കാൻ പറയുന്നു. അതിനുശേഷം ടീമുകൾ തിരിക്കുന്നു. ടണൽ ടീം ബാത്റൂം, ക്യാപ്റ്റൻ അൻസിബ. നെക്സ്റ്റ് ഫ്ലോർ ക്യാപ്റ്റൻ നന്ദന. ഡെൻ ഫുഡ് ക്യാപ്റ്റൻ അപ്സര. പണിഷ്മെൻറ്റ് കൊണ്ട്, അതായത് യെല്ലോ കാർഡ് കിട്ടിയ അഭിഷേക് പവർ ടീമിൽ നിന്ന് പുറത്തായതിനാൽ ഈ ഓരോ ടീമിൽ നിന്നും ഒരാൾക്ക് പവർ ടീമിലേക്ക് പോകാനായിട്ടൊരു ടാസ്ക് വെക്കുന്നു. ആ ടാസ്കിൽ ഫസ്റ്റ് പോകുന്നത് നെക്സ്റ്റ് ടീമാണ്. നൂറ തൻ്റെ പോയിന്റുകൾ ടാക്റ്റിക്കലി അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് സർക്കാസം കൂട്ടിച്ചേർത്ത്. സായി വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നുണ്ട്, അതായത് ഇതുവരെ നടന്ന പവർ ടീം എന്താണോ ചെയ്തത് അതിനെക്കുറിച്ച് സായി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് നോമിനേഷനിൽ വരണ്ട, അധികം പണിയെടുക്കണ്ട, അതുകൊണ്ട് എനിക്ക് പവർ ടീമിൽ വരാൻ പോകുന്നു. സായി യു ആർ ബ്രില്യൻ്റ് യാർ. ഡെൻ ഗബ്രി തൻ്റെ പോയിന്റുകൾ ഗംഭീരമായിട്ട് വെക്കുന്നുണ്ട്. പോയിന്റുകൾ മാത്രമേ വെക്കാൻ അറിയാവൂ. പിന്നെ ജാസ്മിൻ്റെ കൂടെയുള്ള മൂലക്കിരുത്തവും കെട്ടിപ്പിടിയും ഉമ്മം വെക്കലും, ഇതാണ് ഗബ്രിയുടെ കളി. ദെൻ ടണൽ ടീം വരുന്നു. സുബിൻ തൻ്റെ പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് വെക്കുന്നു. അതിനുശേഷം പുള്ളി പറയുന്നുണ്ട് ഞാൻ ടീം പ്ലേയിൽ വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പവർ ടീമിൽ എടുക്കണം. ടാസ്ക് കഴിഞ്ഞ ശേഷം പവർ ടീമിനോട് പറയുന്നുണ്ട് ഇതിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് പവർ ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അവർ ഡിസ്കസ് ചെയ്ത് സുബിനെ ആ ടീമിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. പിന്നെ BB+, രശ്മിൻ, ജാസ്മിൻ ടോപ്പ്. ക്ലാരിഫിക്കേഷൻ ഡ്യൂട്ടി കൃത്യമായിട്ട് ജാസ്മിൻ നടത്തുന്നുണ്ട്. പക്ഷെ രശ്മിൻ എന്നെ പറയുന്നുണ്ട് നീ പോയാൽ ഗബ്രി ഗെയിം കളിക്കും, പക്ഷേ ഈ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല ഗബ്രി പോയാൽ നീ മര്യാദയ്ക്ക് ഗെയിം കളിക്കുമെന്ന്. അതിനുശേഷം പൂജ ജാസ്മിൻ കോൺവെർസേഷൻ. ജാസ്മിൻ തൻ്റെ ക്ലാരിഫിക്കേഷൻ മൂവ്മെൻറ്റ് വളരെ ഗംഭീരമായിട്ട് നടത്തുന്നു. ഇതിനുശേഷം ഋഷി വന്നിരുന്ന് ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട്. ഋഷിയുടെ ഒരു പോയിൻ്റ് എനിക്കിഷ്ടപ്പെട്ടു, ഇതെൻ്റെ ഗേൾഫ്രണ്ടാണ് ചെയ്തിരുന്നെങ്കിൽ പൊന്ന് ജാസ്മിനെ എന്നാൽ ഏരിയയിലേക്ക് ഞാൻ തിരിച്ചു പോവില്ല. വളരെ മോശമായ കാര്യമാണ്, ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിനുശേഷം സായി തൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്നുണ്ട്, തൻ്റെ സ്ട്രഗിൾസ്, തൻ്റെ ഫാദർ സൺ റിലേഷനെ കുറിച്ച്.
ആണ് കൂടുതലും പറഞ്ഞത്. അതിനുശേഷം പിന്നെ കാണുന്നത് രാത്രി അർജുനും ശ്രീതും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ജാബ്രി കോംബോയെ കാട്ടി വളരെ രസകരമായി ഈ കോംബോ മുന്നോട്ട് പോകും തോന്നുന്നുണ്ട്, അർജുൻ ശ്രീതു. കാരണം അതിനൊരു ഡീസൻസി ഉണ്ട്, അത് ഗെയിമല്ല, ഒരു പ്യൂരിറ്റി ഉണ്ട്, ഒരു ജെനുവിനിറ്റി ഉണ്ട്. അങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു ദിവസം കൂടി അവസാനിക്കുകയാണ്.